ആർ.എം.പിയുടെ നേതാക്കളിൽ ഒരാളായ ശ്രീ ഹരിഹരൻ ഒരു വളരെ വികലമായ ഒരു പ്രസ്താവന നടത്തി. വികലമെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പ്രസ്താവനയാണ് വടകരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയത്. അത് യഥാർത്ഥത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകങ്ങളാണ് പറഞ്ഞത്. വ്യക്തിപരമായിട്ടൊരു സ്ത്രീയെ അവഹേളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വെച്ചു ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ധാരണ ഒരു സ്ത്രീയെക്കുറിച്ച് ഉള്ളത് വെളിവാക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി. അത് വളരെ മോശമാണ് ആ ചെയ്തത്. ആ രീതിയിൽ ഒരാളെ വ്യക്തിപരമായി അവഹേളിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയേണ്ടത് വളരെ അനിവാര്യതയാണ്. ആ സദസ്സിൽ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശ്രീമതി കെ രമയും അതുപോലെ തന്നെ ശ്രീ വി.ഡി. സതീശനുമൊക്കെ ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ പ്രസ്താവന പിൻവലിച്ചു, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മാപ്പ് കൊണ്ടൊന്നും നമ്മൾ ഈ പറയുന്ന വർത്തമാനം ഇല്ലാതാകത്തില്ല. ഒരാളെ വ്യക്തിപരമായിട്ട് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ പറയാം, ആ ഡിഫമേഷൻ ആവത്തില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ മോശമായൊരു പ്രവൃത്തിയായിപ്പോയി ആ ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ വീഴ്ചയാണ് ആ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അതേ ഈ യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ അതൊരു വല്ലാതെ ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്കതിനെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. പക്ഷേ അതിന് നിയമ നടപടികൾ എടുക്കുന്നതിന് പകരം CPM പ്രവർത്തകരും ഒക്കെ ഈ പറഞ്ഞ ആളുടെ ഈ ഹരിഹരൻ്റെ വീട് ആക്രമിച്ചു എന്ന് പറയുന്നു. അതും നമ്മൾ തള്ളി പറയേണ്ട കാര്യമാണ്. കാരണം ഇയാൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതായിരിക്കാം, അതല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞതായിരിക്കാം. എന്ത് പറഞ്ഞാലും അതിനെതിരെ നടപടി വേണം, നിയമ നടപടി നിർബന്ധമായിട്ട് വേണം. വേണ്ട ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ആ നിയമം കയ്യിലെടുത്തിട്ട് ഇയാളെ വീട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന ആ വീട്ടിൽ ഇയാൾ മാത്രമല്ലല്ലോ, കുടുംബാംഗങ്ങളൊക്കെ ഉള്ളതല്ലേ. അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഇയാൾ മാത്രമാണെങ്കിൽ പോലും ഇയാളെ ആക്രമിക്കാൻ പറ്റുമോ? അത് ചെയ്യുന്നതും ശരിയല്ല. പക്ഷേ അതിലെ ഏറ്റവും വലിയ അഭികാമ്യമായിട്ട് നമ്മൾ കാണുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീമതി കെ രമയും അതുപോലെ തന്നെ ശ്രീ വി.ഡി. സതീശനും ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിലും ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു. ഇത് ശരിയായ ഒരു കാര്യമല്ല, ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ് അവരൊക്കെ ചെയ്തത്. അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരാളിങ്ങനെ അവരെ കൂടെയുള്ള ഒരാളാണ്, പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അത് ഉൾക്കൊള്ളാൻ അവർ പോലും തയ്യാറാവുന്നില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ അവർ വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ വീടാക്രമിക്കുക, അതേപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു അക്രമം, ഇത് അധികാരം ഇങ്ങനെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു കാര്യമല്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ആ ഭാഗത്ത് അതിരുവിട്ട് പെരുമാറുന്നതിൻ്റെ ഒരു തെളിവാണ് ഇതെല്ലാം. അതായത് ഇതേപോലെ ഒരു സ്ത്രീ അവഹേളിക്കുക, ആക്ഷേപിക്കുക, അതേപോലെ തന്നെ ആക്ഷേപിച്ച ആളിനെ ഈ തിരിച്ചു പുനരുവയ്ക്കാനായിട്ട് അയാളെ വീട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അവരുടെ നിലവിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിൽ നിന്നൊക്കെ മാറണം. നമ്മുടെ നാടിങ്ങനല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഇലക്ഷന് ആരോഗ്യകരമായ ഒരു മത്സരമായിരിക്കണം വരേണ്ടത്. അതിന് ഒരു സ്ഥാനാർത്ഥിയും അനാവശ്യമായ ഒരു വിവാദത്തിലേക്കും കൊണ്ടുപോകരുത്. അത് ഈ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് അനാവശ്യമായ ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല. ഇങ്ങനൊന്നും പുരുഷനെക്കുറിച്ച് പറഞ്ഞാലും പോലും നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം പ്രശ്നം വരുന്നില്ല. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊക്കെയുള്ള അവഹേളനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഇടത്തോളം ഈ അവഹേളനം എന്നൊക്കെ പറയുന്നത് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവർ സമൂഹത്തിൽ ഒരുപാട് ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമാണ്. അതൊന്നും ചെയ്യരുത്. അതിലെ വടകര പോലീസ് ഈ ശ്രീ ഹരിഹരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഒരു മാതൃകാപരമായ കാര്യമാണ്. കാരണം ഇതൊന്നും മനസ്സിലാക്കണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് ഈ കാര്യം. കാരണം ഈ രീതിയിലെ ഒരു സ്ത്രീയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുക, അങ്ങനെ വരുന്ന ഉടനെ അത് ഒരു വളരെ പ്രശ്നമാണ്. മാതൃകാപരമായ ഒരു നടപടിയാണ് വടകര പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ പോലീസിന് പക്ഷേ അതിൻ്റെ അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ വീട് ആക്രമിക്കുക,
അതൊക്കെ എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്.